വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മള് പുതിയൊരു കൺട്രിയിലേക്ക് എൻ്റെ 17ാമത്തെ രാജ്യത്തിലേക്ക് പോവാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളുള്ളത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വിയറ്റ്നാമിന്റെ ഹോച്ചിമിനിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത്. സോ ജസ്റ്റ് കാണിച്ചത് ഇതാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. സോ ഇത്തവണ നമ്മൾ സാധാരണ പോകുന്നത് പോലെ സോളോ അല്ല നമ്മൾ പോകുന്നത്. നമ്മളെ കൂടെ ഇതാണെങ്കിലും നമ്മൾ ഓൾമോസ്റ്റ് ഇൻഷാല്ല ഒരു 6 ദിവസത്തെ ട്രിപ്പാണ്. ഈ 6 ദിവസത്തിൽ നമ്മൾ ഹോച്ചിമിൻ പോകുന്നുണ്ട്, ഡനാങ് പോകുന്നുണ്ട്, ഹൊയാൻ പോകുന്നുണ്ട്. എക്സൈറ്റഡ്, ലെറ്റ്സ് ഗോ. വിയറ്റ്നാം, ലാൻഡ് ഓഫ് ബ്ലൂ ഡ്രാഗൺസ്. വിയറ്റ്നാമിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം, എത്ര കോസ്റ്റ് വരും, എത്ര ദിവസം വേണം, അതുപോലെ തന്നെ ഞങ്ങൾ പോയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വിയറ്റ്നാം. യെസ്, വിയറ്റ്നാമിനെ കൂടുതലായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. റീസെൻ്റ്ലി ഒരുപാട് ആളുകൾ ട്രാവൽ ചെയ്യുന്നൊരു കൺട്രിയാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. നിങ്ങളെ ഒരു സഞ്ചാരി എന്ന നിലയ്ക്ക് തന്നെ എല്ലാം എക്സ്പ്ലോർ ചെയ്യിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഫാമിലി വെക്കേഷനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. സോ വിയറ്റ്നാമിലേക്ക് ഇന്ത്യക്കാർക്ക് വിസ കിട്ടുന്നത് തുടങ്ങിയിട്ട് അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര കോസ്റ്റ് വരുന്നുള്ളതും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയാം, ഞങ്ങളൊരു പാക്കേജോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടല്ല പോയത്. ഞാൻ എൻ്റെ വൈഫും ആദ്യമായിട്ട് പോയതും ഞങ്ങൾക്ക് വെറും 2 പേർക്കും കൂടി ഈ കേരളത്തിൽ നിന്ന് പോയത് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം ആകെ വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ താഴെ മാത്രമാണ്. അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് പറയാൻ പോകുന്നത്. ഞങ്ങളുടെ 7 ദിവസത്തായിട്ടും ഇതിൻ്റെ അവസാനം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നല്ല ടിപ്സാണ്. നിങ്ങൾ പ്ലാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും ഈ ഒരു വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നതാണ്. സോ നമ്മൾ നേരെ വീഡിയോസിലേക്ക് കിടക്കണം. ഏതൊരു രാജ്യം പ്ലാൻ ചെയ്താൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഫ്ലൈറ്റ് അല്ല, നമ്മൾ വിസയെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. വിസ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോയത് തന്നെ വിസയാണ്. ഈ വിയറ്റ്നാമിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് വിസ അവൈലബിൾ ആണുള്ളത്, അതായത് ഇലക്ട്രോണിക് വിസ എന്ന് പറയും. ഇതിന് വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന് നിങ്ങൾക്ക് ആകെ വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഈ കാണുന്ന ലിങ്കിൽ കയറാം. ഇതിനകത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ, അതുപോലെ പാസ്പോർട്ടും അപ്ലോഡ് ചെയ്തിരിക്കുന്ന പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും പാസ്പോർട്ടിലെ ഈ ഫോട്ടോ നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ തമ്മിൽ സിമിലാരിറ്റി അവർ കാണിക്കും. അത് പ്രത്യേകം ചെക്ക് ചെയ്യുക. നല്ല ഹൈ സിമിലാരിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് കൊടുത്ത ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. അതിനുശേഷം നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് തരുമ്പോൾ നമ്മൾ അവരുടെ അഡ്രസ്സ് ചോദിക്കും. ഇത് നമ്മൾ വിയറ്റ്നാമിലുള്ള ഏതെങ്കിലും ഒരു ഹോട്ടൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഹോച്ചിമിനോ എവിടെയാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ലൊക്കേഷൻ, അവിടുത്തെ ഒരു ഹോട്ടലിൽ അഡ്രസ്സ് എടുത്തിട്ട് അവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിന് എയർബിഎൻബി ലൊക്കേഷൻ ആയാലും ശരി, എന്തായാലും ശരി, അതിൻ്റെ ഒരു ഡീറ്റെയിൽ എടുത്ത് അവിടെ കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് ഫ്രീ ക്യാൻസലേഷനുള്ള ഹോട്ടൽ ബുക്കിംഗ്സ് നിങ്ങൾക്ക് booking.com എന്നൊക്കെ കിട്ടും. അങ്ങനെ അപ്ലൈ ചെയ്താൽ വെറും 4-5 ദിവസം മാക്സിമം അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് $25 മാത്രമാണ് വരുന്നത്. ഞാൻ വേണമെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ വിസ അപ്ലൈ ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. അങ്ങനെ $25 എന്ന് പറയുമ്പോൾ ആകെ 2400 ഇന്ത്യൻ രൂപ മാത്രമാണ് വരുന്നത് ഒരാൾക്ക്. അങ്ങനെ നമ്മൾ രണ്ടാമത്തേട്ട് വേണ്ടത് നമുക്ക് ഫ്ലൈറ്റ് നോക്കലാണ്. നിങ്ങൾക്ക് കൊച്ചിയിൽ നിന്നാണ് നല്ല ചീപ്പ് റേറ്റിന് ഫ്ലൈറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ. പക്ഷേ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഐറ്റിനറിയാണ്. നിങ്ങൾ എവിടെ പോകുന്നു, എവിടെ നിന്ന് എക്സിറ്റ് ആവുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം മാത്രം നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഹോച്ചിമിനിലായിട്ട് തന്നെ, കാരണം ഹോച്ചിമിനിലേക്കാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഉള്ളത്. കൊച്ചിയിൽ നിന്ന് മാത്രമല്ല തിരുവനന്തപുരത്തും ഫ്ലൈറ്റ്സ് ഉണ്ടെങ്കിലും താരതമ്യേന ചീപ്പറായിട്ട് എനിക്ക് ഇവിടെ നിന്നായിരുന്നു കിട്ടിയത്. സോ വിയറ്റ്ജെറ്റ് എന്ന് പറയുന്ന എയർലൈൻസ് അവരുടെ ഒരു ബജറ്റ് എയർലൈൻസ് ആണ്. കൊച്ചിയിൽ നിന്ന് ഏകദേശം 5.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹോച്ചിമിനിലേക്ക്. പക്ഷേ ഞങ്ങൾക്ക് വെറും 7000 രൂപ മാത്രമാണ് 7 kg ഹാൻഡ് ലഗേജ് ഉള്ള ഒരു ടിക്കറ്റിന് വന്നത്. സോ നമ്മൾ ഷോർട്ടർ വെക്കേഷനിലൊക്കെ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ലഗേജ് ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് ലഗേജ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് കിട്ടിയ ടിക്കറ്റ്സ് ആയിരുന്നു വിയറ്റ്നാമിലെ ഹോച്ചിമിനിലേക്ക്. അങ്ങനെ എനിക്ക് ഈ ഫ്ലൈറ്റിന് ഇൻക്ലൂഡിങ് അപ്പ് ആൻഡ് ഡൗൺ ഞങ്ങൾക്ക് ഒരാൾക്ക് 15,000 മാത്രമാണ് വന്നത്. 15,000 ബിലോ ആണ് കേട്ടോ പറയുന്നത്. ഇനി ഇൻ ബിറ്റ്വീനിൽ നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് കൂടി ബുക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ഡൊമസ്റ്റിക് ആയിട്ട് അവിടെ നിങ്ങൾക്ക് ബസ്സസ് അതുപോലെ ട്രെയിൻസ് ഒക്കെ അവൈലബിൾ ആണെങ്കിലും ഷോർട്ടർ വെക്കേഷന് പോകുമ്പോൾ ഞാൻ ടൈമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. സോ വലിയൊരു ടൈം നമുക്ക് ഇതിൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ ബസ്സിലൊക്കെ കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഞാൻ എപ്പോഴും ഫ്ലൈറ്റാണ് പ്രിഫർ ചെയ്യാറ്. നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് വളരെ ചെറിയ പ്രൈസിന് കിട്ടും. വിയ ട്രാവൽസ് അതുപോലെ മറ്റൊരുപാട് എയർലൈൻസ് നിങ്ങൾക്ക് ഇവിടെ ഒരു അവൈലബിൾ ആണ് ഇവരുടെ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ആകെ ഒരു ഡൊമസ്റ്റിക് പോയത് ഡനാങ്ങിലേക്കും ഹോച്ചിമിന്ന് ഡനാങ്ങിലേക്കും ഡനാങ്ങിന്ന് ഹോച്ചിമിനിലേക്കുമാണ് തിരിച്ച് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെനിക്ക് അപ്പ് ആൻഡ് ഡൗൺ 2 പേർക്ക് കൂടി 10,000-അടുത്താണ് കോസ്റ്റ് ആയത്. അങ്ങനെ ഞങ്ങൾക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ
കൊച്ചി ടു ഹോച്ചിമിൻ, ഹോച്ചിമിൻ ടു കൊച്ചി ഉള്ളതും പിന്നെ ഈ ഡനാങ്ങിലേക്കുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അടക്കം 2 പേർക്കും കൂടി അപ്രോക്സിമേറ്റ് 40,000 ആണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ രൂപയിൽ പറയുമ്പോൾ 40,000 ഞങ്ങൾ ഫ്ലൈറ്റ് കഴിഞ്ഞു. അത് ഞങ്ങൾ എല്ലാം ബേസിക് 7 kg ഹാൻഡ് ലഗേജ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റും അതുപോലെ തന്നെ വിസയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഹോട്ടൽ ബുക്കിംഗ് ആണ്. സോ മൂന്നാമത് നമ്മൾ നോക്കുന്നത് ഹോട്ടൽ ബുക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ വിയറ്റ്നാമിൽ ഹോട്ടൽ ബുക്കിങ്സ് വളരെ ചീപ്പായിരുന്നു. ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ എനിക്ക് നല്ല ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അഗോഡയിലായിരുന്നു. അതുപോലെ തന്നെ ഈ യാത്രയിൽ ഞാൻ ട്രൈ ചെയ്തതാണ് എയർബിഎൻബി സ്റ്റേസ് എന്ന് പറയുന്നത്. വിയറ്റ്നാമും അതുപോലെ തന്നെ തായ്ലൻഡ്, ബാലിയിലൊക്കെ നിങ്ങൾക്കറിയാം നല്ല അടിപൊളി എയർബിഎൻബി ലൊക്കേഷൻസ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. അതും വളരെ ചീപ്പായിട്ട് തന്നെ 1800 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1800 എനിക്ക് എയർബിഎൻബി ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഹോച്ചിമിനിലും ഡനാങ്ങിലും ഹൊയാനിലും ഒക്കെ ആയിട്ട്, ഹൊയാനിൽ മാത്രം ഞാൻ ഒരു അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ലൊക്കേഷനാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഗ്രാൻഡ് സൺറൈസ് ഹോട്ടൽ എന്ന് പറയുന്നത്. ഇതും 12,000 രൂപയോളം വരുന്ന റൂമാണ് എനിക്ക് വെറും 4,400 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് അഗോഡയിൽ നല്ലൊരു ഓഫറായിരുന്നു. സോ അഗോഡയാണ് ഞാൻ റീസെൻ്റ്ലി എക്സ്പ്ലോർ ചെയ്ത ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്, റാദർ ദാൻ booking.com. പിന്നീട് എയർബിഎൻബീസ് വളരെ ചീപ്പായിരുന്നു. എയർബിഎൻബീസ് കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എയർബിഎൻബീസ് ഒക്കെ വിയറ്റ്നാമിലുള്ളത് കുറച്ച് റിമോട്ട് ലൊക്കേഷൻസിലായിരിക്കും. അതുപോലെ അങ്ങനത്തെ ഒരു ബിൽഡിങ്സ് ആയിരിക്കും. ചിലപ്പോൾ ഫാമിലീസിനൊന്നും അത്ര ഇഷ്ടപ്പെട്ടോളുന്നില്ല. സോ നിങ്ങളുടെ കൺവീനിയൻറ്റിനനുസരിച്ച് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് റിവ്യൂസ് വായിച്ചു നോക്കിയിട്ട് മാത്രം ഹോട്ടൽസ് ആവട്ടെ എയർബിഎൻബീസ് ആവട്ടെ എന്ത് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഡനാങ്ങിൽ നിന്ന് എയർബിഎൻബി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെങ്കിലും ഹോച്ചിമിനിൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ എയർബിഎൻബി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് വളരെ ഓൾഡ് ബിൽഡിങ്സ് ആയിരുന്നു, ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല, 3 നില വരെ കയറി പോകണമായിരുന്നു. അങ്ങനത്തെ ചില ഡ്രോബാക്സ് ഇതിനുണ്ട്. ഇന്ന് ഹോസ്റ്റൽസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ കാണിക്കും. അതുപോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യും അതിൻ്റെ നെയിമും കാര്യങ്ങളും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഹോസ്റ്റൽസ് നോക്കാവുന്ന, ആ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഫസ്റ്റ് ലാൻഡ് ചെയ്യാൻ നമുക്ക് വേണ്ടത് സിം കാർഡാണ്. ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ ഇൻ്റർനെറ്റും കാര്യങ്ങളും ഉള്ളത്. അങ്ങനെ വിയറ്റൽ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഒരു കാരിയർ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 942 രൂപയാണ് ഞാൻ ഏകദേശം സ്പെൻഡ് ചെയ്തത്. കുറച്ച് ഹൈ ആയിട്ട് തോന്നാം, പക്ഷേ അത് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ആയിരുന്നു. അധികം ആളുകളും പല സ്ഥലത്തെത്തിയാലും നിങ്ങൾക്ക് എപ്പോഴും ഡാറ്റ മാത്രമാണ് എടുക്കാറുള്ളത്. പക്ഷെ ഞാൻ പല സ്ഥലത്തും കോളും കൂടി എടുക്കാറുണ്ട്. നമുക്ക് വേണ്ടത് ഈ കറൻസി മാറ്റുക എന്നുള്ളതാണ്. സോ കറൻസി വളരെയധികം നമ്മളെ ഇന്ത്യൻ വാല്യൂവിനേക്കാൾ ഒരുപാട് ചീപ്പാണ് വിയറ്റ്നാമിലെ കറൻസി എന്ന് പറയുന്നത്. ഒരു ഇന്ത്യൻ രൂപക്ക് 304 വിയറ്റ്നാമീസ് ഡോങ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഡോളറൊക്കെ ആണെങ്കിൽ വലിയൊരു എമൗണ്ടായി മാറി. സോ എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് കൺട്രിയിലേക്ക് പോകുകയാണെങ്കിലും ഡോളേഴ്സ് കൊണ്ടുപോയിട്ട് അവിടെ എത്തിയിട്ട് മാറുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് നല്ല റേറ്റ് കിട്ടും. പിന്നീട് നമുക്ക് വേണ്ടത് ഇനി ഇവിടെ ട്രാൻസ്പോർട്ടേഷനാണ്. സോ ഞങ്ങളൊരു പാക്കേജോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെയാണ് വന്നതെന്ന് പറഞ്ഞ് എൻ്റെ സ്വന്തം ഐറ്റിനറിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും ചീപ്പായിട്ട് ഇവിടെ ആളുകൾ യൂസ് ചെയ്യുന്ന ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഈ ഗ്രാബിൽ നിങ്ങൾക്ക് ടാക്സി ബുക്ക് ചെയ്യും, അതുപോലെ ബൈക്ക് ടാക്സീസ് ബുക്ക് ചെയ്യാം. നിങ്ങൾ ഒരാൾ വന്ന് പിക്ക് ചെയ്യും, ഒരു ഹെൽമെറ്റ് തരും, അവരുടെ കൂടെ ഇരുന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. വളരെ ചെറിയ പൈസ ഉള്ളൂ, 50, 100 ഇതിന് വരിക. അപ്പോൾ ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ബൈക്ക് ടാക്സി പോസിബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കാർ ടാക്സി ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടാക്സിയും ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് നല്ല അഫോർഡബിൾ ആയിട്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം 6-7 ദിവസത്തോളം മൊത്തം യൂസ് ചെയ്ത് 7,500 രൂപ മാത്രമാണ് ഞങ്ങൾക്ക് ടാക്സിക്ക് ആയത്. പിന്നെ ചില സ്ഥലത്തൊക്കെ ഞാൻ ഗ്രൂപ്പ് ടൂർസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ടൂറിസ്റ്റ് ആകുമ്പോൾ രാവിലെ അവരോട് കയറി നമുക്ക് വൈകിട്ട് വരെ ഒന്നും ചിന്തിക്കേണ്ട, അവരോട് പ്ലാൻ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയാൽ മതി. അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഞങ്ങൾ ആകെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 സ്ഥലത്ത് മാത്രമേ ഞാൻ ബൈക്ക് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ചെറിയ എമൗണ്ട് ആട്ടോ, 450 മുതൽ 500 ഇന്ത്യൻ രൂപ മാത്രമല്ല. ഇലക്ട്രിക് ബൈക്ക് ആയിരുന്നു ഞാൻ ഡനാങ്ങിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതായിരുന്നു ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് തോന്നി. കാരണം അതിനകത്ത് നമുക്ക് പെട്രോൾ അടിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാന ഹിൽസിലൊക്കെ പോകാൻ വേണ്ടി ഞാൻ ബൈക്ക് എടുത്തായിരുന്നു പോയിരുന്നായിരുന്നത്. പിന്നീട് നമുക്ക് വരുന്ന ഏറ്റവും വലിയ കോസ്റ്റ് വരുന്ന ഒരു സ്ഥലമാണ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, നമ്മളവിടെ പോയിട്ട് പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ഇവിടെ വിയറ്റ്നാമിൽ നമുക്ക് ഏറ്റവും ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു, നമ്മൾ കൂശി ടണൽ ടൂറിന് പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ മെക്കോങ് ഡെൽറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബാന ഹിൽസിലേക്ക് എൻട്രൻസ് ആവാനുള്ള ടിക്കറ്റ്സ്, പിന്നെ ചില ബോട്ടിങ്സ് കയറാം ചില സ്ഥലത്ത്. സോ ഇതാണ് നമ്മൾ എപ്പോഴും കാണാത്തൊരു എമൗണ്ട് എന്ന് പറയുന്നത്. അത് 2 പേരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ടിക്കറ്റ് അല്ല 2 ടിക്കറ്റ്സ് എടുക്കണം. സോ എല്ലാം കുറച്ച് ഹൈ പ്രൈസിലേക്ക് പോകുന്ന സ്ഥലമാണ്. ആക്ടിവിറ്റീസിനായിരുന്നു എനിക്ക് ഏകദേശം 14,000 രൂപയോളം വന്നിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റീസിനാണ്. അതിൽ ഇൻക്ലൂഡിങ് ഗ്രൂപ്പ് ടൂറും കാര്യങ്ങളൊക്കെ കൂടി കൂട്ടിയിട്ട് വരുന്നത് കേട്ടോ. പിന്നീട് നമുക്ക് ഫുഡ് എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചൊരു ഓപ്ഷൻ. അപ്പം കേരളത്തിലെ ഫുഡ് കഴിച്ച് നമുക്ക് ഈ വിയറ്റ്നാമിലെ ഫുഡ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതായിട്ട് ഒത്തു പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ കുറേ സൂപ്പും നൂഡിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ രാജ്യത്ത് ചെല്ലുമ്പോൾ അവരുടെ ഫുഡ് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മളെ സംബന്ധിച്ചൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കുറച്ച് ഫിഷ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെങ്കിലും ടേസ്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് അവിടുന്ന് ട്രൈ ചെയ്ത വിയറ്റ്നാമീസ് ഫോ ആയിരുന്നു. അതുപോലെ തന്നെ ബൻമി എന്ന് പറഞ്ഞ ഒരു സാൻഡ്വിച്ച് ഉണ്ട്. പിന്നെ ഇവർക്ക് ഒരു കൾച്ചർ ഓഫ് കോഫി ഉണ്ട്, ഒരുപാട് കോഫി കിട്ടുന്ന സ്ഥലമാണ്. പല വെറൈറ്റീസ് ഓഫ് കോഫി നിങ്ങൾക്ക് ഇവിടെ ട്രൈ ചെയ്യാൻ പറ്റും.
അങ്ങനെ ഞങ്ങളും കുറച്ച് കോഫി ട്രൈ ചെയ്തു. അതുപോലെ ഒരു കോഫീൻ്റെ വലിയൊരു ബ്രാൻഡാണ് ഹൈലാൻഡ്സ് എന്ന് പറയുന്ന ബ്രാൻഡ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ലോക്കൽ ഷോപ്പിൽ പോയാൽ പോലും നിങ്ങൾക്ക് അവിടെ നിന്ന് കോഫി കിട്ടുന്നതാണ്. ആദ്യമൊക്കെ ഒന്നും പറ്റിയില്ലായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് ഏകദേശം 11,000 രൂപയോളം ഞങ്ങൾ ഫുഡിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മെയിനായിട്ട് അറിയേണ്ടത് എങ്ങനെയാണ് ഐറ്റിനറി പ്ലാൻ ചെയ്തത്, ഐറ്റിനറിയിൽ എന്തൊക്കെയായിരുന്നു ഇൻക്ലൂഡ് ചെയ്തതെന്നുള്ള. ഞങ്ങൾ ഐറ്റിനറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോച്ചിമിൽ നിന്നാണ്. ഹോച്ചിമിലിൽ ഏകദേശം എനിക്ക് 2 ദിവസം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം രാവിലെ ലാൻഡ് ചെയ്തു. അന്ന് തന്നെ നമുക്ക് ഒറ്റയ്ക്കാണ് കൊച്ചിയിലുള്ള ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ പോയിട്ട് സോൺട്ര മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി ഞങ്ങൾ ലഗേജ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. തന്നെ 1-2 ഷർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു. വളരെ ചീപ്പസ്റ്റ് മാർക്കറ്റാണ്, നല്ല ബാർഗൈൻ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇവിടുന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പോകുന്നത് കൂച്ചി ടണൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഡോളേഴ്സിലാണ് ഇവരോട് പേയ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് $15 വന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഒരു സ്മോൾ വെഹിക്കിൾ കിട്ടി, നല്ല കംഫർട്ടായി നമുക്ക് അതിൻ്റെ അകത്ത് പോകാൻ പറ്റി. ഗൈഡ് ഇല്ലാതെ ഹിസ്റ്ററിക്കൽ പ്ലേസസിലേക്ക് പോകുന്നത് നമുക്ക് ഭയങ്കര അബദ്ധമായ ഒരു കാര്യമാണ്. കാരണം നമുക്കൊന്നും മനസ്സിലാവില്ല, എസ്പെഷ്യലി എൻട്രി എക്സിറ്റ് പോലും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഗൈഡ് ടൂർസ് ആണ്. സോ ഈ എമൗണ്ട് വലിയൊരു എമൗണ്ടായിട്ട് പറയാനുള്ള $15 മാത്രമേ ഉള്ളൂ. അങ്ങനെ $15 പെർ ഹെഡ് കൊടുത്ത് ഞങ്ങൾ അവിടെ ചെന്ന് വിയറ്റ്നാമീസ് കാലത്ത് വിയറ്റ്നാമിലെ ഒരു US ആർമിയെ തുരത്തിയത് ഈ ഒരു തുരങ്ക യുദ്ധത്തിലൂടെയാണ്. അപ്പോൾ അത് ഒരു ഭയങ്കര ഹിസ്റ്റോറിക്കൽ മൊമെൻ്റ് ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് കണ്ട് നല്ല എക്സ്പ്ലോർ ചെയ്തു. ഞാൻ ഐറ്റിനറി വളരെ ചുരുക്കി പറയുകയാണ് ഈ വീഡിയോൻ്റെ ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് വീഡിയോസ് ഓരോരോ പാർട്ടായിട്ട് ഞാൻ എൻ്റെ വ്ളോഗിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കവർ ചെയ്ത സ്ഥലങ്ങൾ മാത്രം പറഞ്ഞു. സോൺട്ര മാർക്കറ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൂച്ചി ടണലിൽ പോയി. കൂച്ചി ടണൽ കഴിഞ്ഞ് എത്തുമ്പോൾ തന്നെ വൈകിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല ടയർഡായി, കാരണം ഓൾറെഡി ഞങ്ങൾ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് വന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വിയറ്റ്നാമീസ് ഫുഡ് ട്രൈ ചെയ്തു. ഈ ഷോപ്പ് ഓർത്ത് വെച്ചു, നല്ല ഫേമസ് ഷോപ്പാണ് ഇവിടുത്തെ. അതിനുശേഷം ഞങ്ങൾ പോയിട്ടുള്ളത് ബേവിൻ വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ പട്ടായ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫുൾ എനർജറ്റിക് വൈബ് സ്ട്രീറ്റാണ്. വളരെ ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ഡേ അവസാനിപ്പിച്ചു. സെക്കൻഡ് ഡേ നമ്മൾ പോകുന്നത് വീണ്ടും ഒരു ഗ്രൂപ്പ് ടൂറിനാണ്. ഇത് ഞങ്ങൾ പോകുന്നത് മെക്കോങ് ഡെൽറ്റ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇതിന് ഞാൻ വേറൊരു കാരിയറാണ് സെലക്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് ടൂർസ് ഒക്കെ നിങ്ങൾക്ക് ക്ലൂക്കിൽ അവൈലബിൾ ആണ്. ക്ലൂക്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അവർ നിങ്ങളെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുക്കും. നിങ്ങൾ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങളുടെ ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് അവർ പിക്ക് ചെയ്യും. സോ ഇതൊക്കെയാണ് ഗ്രൂപ്പ് ടൂർസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാമത്തെ ദിവസം ഞാൻ ഈ ക്ലൂക്കിന് പകരം ക്ലൂക്കിൻ്റെ ഡയറക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന SST ട്രാവൽസിനെ കണക്ട് ചെയ്തു. അത് ഫുൾ ഡേ ടൂർ ആയിരുന്നു. അതും ഞാൻ ഒരുപാട് വലിയൊരു ഗ്രൂപ്പ് എടുക്കാറില്ല, ചെറിയ ഗ്രൂപ്പ്സാണ് എടുക്കാറ്. നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. മെക്കോങ് ഡെൽറ്റ സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിയറ്റ്നാമിലെ ഒരു ഔട്ടർ സൈഡ് കാഴ്ചകൾ, അതായത് ഗ്രാമ കാഴ്ചകളും ഒരു ഐലൻഡിനെ പറ്റിയാണ് പറയുന്നത്. കോക്കനട്ട് ക്യാൻഡി ഉണ്ടാക്കുന്നതും അതുപോലെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിയറ്റ്നാമീസ് ലോക്കൽ ഫ്രൂട്ട്സ് ടേസ്റ്റ് ചെയ്യാൻ പറ്റി, അവിടുത്തെ ലോക്കൽ മ്യൂസിക് അറിയാൻ പറ്റി. അങ്ങനെ പിന്നീട് അതുപോലെ തന്നെ പാമ്പിനൊക്കെ നിങ്ങൾക്ക് തോളിത്തെടുത്തിട്ട് അങ്ങനത്തെ കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് കോക്കനട്ട് ക്യാൻഡി ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി കോക്കനട്ട് ക്യാൻഡിയൊക്കെ വാങ്ങി ഞങ്ങൾ ഏകദേശം വൈകിട്ടാണ് തിരിച്ചെത്തിയത്. ഞങ്ങൾക്ക് അന്ന് പുതിയൊരു സ്ഥലമായ ഡനാങ്ങിലേക്ക് പോകണം. അങ്ങനെ 2 ദിവസത്തെ ഇവിടുത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡനാങ്ങിലേക്ക് ഫ്ലൈറ്റിനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടുത്തെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തതോടെ സെക്കൻഡ് ഡേ അവസാനിപ്പിച്ചു. തേർഡ് ഡേയിൽ ഞങ്ങൾ പോകുന്നത് ബാന ഹിൽസിലേക്കാണ്. സോ ബാന ഹിൽസിൻ്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലിയുള്ള ടിക്കറ്റാണ്. ബാന ഹിൽസിലേക്കുള്ള ടിക്കറ്റ് സത്യം പറഞ്ഞാൽ എൻ്റെ ഹോസ്റ്റിൻ്റെ സിസ്റ്റർ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് ഈ ടിക്കറ്റ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഏകദേശം നല്ലൊരു കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 3000 രൂപയോളമാണ് ബാന ഹിൽസിൻ്റെ ടിക്കറ്റ്. പക്ഷേ ബാന ഹിൽസ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടർ വേൾഡാണ്. അതൊരു ഡിസ്നി ലാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കുന്നിൻ്റെ മുകളിൽ അവരുണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു മാജിക് ലാൻഡ് തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് യൂറോപ്യൻ ടച്ച് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. ബാന ഹിൽസിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഡെഫിനറ്റ് ആയിട്ട് എൻ്റെ പേജിൽ കയറി നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് എന്നുള്ളത്. സോ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോയി അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. കുറച്ച് ടിക്കറ്റ് പ്രൈസ് ഹൈ ആണെന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. അതുപോലെ ബാന ഹിൽസിലേക്കും നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഗൈഡഡ് ടൂർസ് ഒക്കെ അവൈലബിൾ ആണ്. അതിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയൊരു ലോകത്ത് കയറിയിട്ട് എങ്ങനെ അതിൻ്റെ റൂട്ട് മനസ്സിലായില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ കുറച്ച് പൈസ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഗൈഡഡ് ടൂർ വിത്ത് ബുഫറ്റ് ലഞ്ച് ഒക്കെ ഉള്ള ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. കാരണം അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഫുഡിനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഫുഡും കഴിച്ച് ഒരുപാട് കാര്യങ്ങൾ അവിടെ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഗൈഡ്സ് നിങ്ങളെ കറക്റ്റ് വേയിലൂടെ കൊണ്ടുവരും. എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റും. ഞങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. കാരണം മഴ പെയ്ത് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റോപ്പായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഞങ്ങൾക്ക് 4ാമത്തെ ദിവസം ഞങ്ങൾ ഹൊയാനിലേക്ക് പോയി. ഹൊയാൻ എന്ന് പറഞ്ഞ ഈ ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഹൊയാനാണ്. ഒരു കൾച്ചറൽ ടൗൺ ആണിത്. ഇത് ഡനാങ്ങിൽ നിന്ന് ഏകദേശം 45 മിനിറ്റ്സോളം പോകാനുണ്ട്.
ഹൊയാനിലെത്തി ഞങ്ങൾ ആദ്യം തന്നെ ഈ ഹോട്ടൽ ചെക്ക് ചെയ്തു. ഞങ്ങളത് ഈ യാത്രയിലെ ഏറ്റവും ബെസ്റ്റ് ഹോട്ടൽ എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ അന്ന് ഇറങ്ങി അവിടുന്ന് ഒരു സൈക്കിൾ അവർ തരും ഫ്രീ ആയിട്ട് തന്നെ. സൈക്കിൾ എടുത്ത് നേരെ ബാസ്കറ്റ് ബോൾ റൈഡിനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ കറക്കുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ആക്ടിവിറ്റിയാണ്. വെറും 100,000 റുപ്പീസ്, അതായത് 300 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. കൊട്ടവഞ്ചിയിൽ കയറി, അതുപോലെ ട്രഡീഷണൽ ആയിട്ട് ഒരു റിംഗ് ഒക്കെ ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഒന്ന് റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. പിന്നീട് ഞങ്ങൾ വൈകിട്ട് ഞങ്ങളെ സംബന്ധിച്ച് നൈറ്റ് ലൈഫ് ആയിരുന്നു കാണേണ്ടത്. കാരണം ഹൊയാന നൈറ്റ് എന്ന് പറയുന്നത് ലാൻറ്റേൺ സിറ്റി എന്നാണ് ഹൊയാന അറിയപ്പെടുന്നത്, വിളക്കുകളുടെ നഗരം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വിളക്കുകളുടെ നഗരത്തിലേക്ക് നേരെ രാത്രി വെച്ച് പിടിച്ചു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. ഇവിടെ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബോട്ടിംഗ് ആണ്. ഈ ബോട്ടിനകത്ത് നിങ്ങൾക്ക് ബാർഗൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല എമൗണ്ടിനൊക്കെ ഒരു ബോട്ട് എടുക്കാൻ പറ്റും. എസ്പെഷ്യലി നല്ല ലാൻറ്റേൺസ് ഉള്ള ബോട്ട് എടുക്കുക. അതുപോലെ വെറും 10,000 അവിടുത്തെ ഡോങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ദീപങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ ഒഴിക്കാൻ പറ്റും. കടലാസ് ദീപങ്ങളാണ് ഇതൊക്കെ. സോ ഇതിങ്ങനെ കത്തിച്ച് തരും. നിങ്ങൾക്ക് അതൊക്കെ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. പിന്നീട് ഈ സ്ട്രീറ്റ് കംപ്ലീറ്റ് ഫുഡ്സ് ആണ്. പാൻ കേക്ക്സും അതുപോലെ തന്നെ ഇവരുടെ സ്റ്റിക്കി റൈസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഫുഡ്സ് ഉണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഹൊയാൻ ഷുഡ് ബി ഇൻ യുവർ ലിസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞു. 5-ാമത്തെ ദിവസം ഞങ്ങൾ വീണ്ടും ഡനാങ്ങിലേക്ക് തിരിച്ചു വന്നു. ഡനാങ്ങിൽ ഞങ്ങൾക്ക് ഒരു ഹാഫ് ഡേ ബാക്കി ഉണ്ടായിരുന്നു പോകുന്നതിന് മുമ്പായിട്ട്, ഹോച്ചിമിനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്. അങ്ങനെ വീണ്ടും ഞാൻ ആ ലേഡിയുടെ അടുത്ത് ഒരു ബൈക്ക് കൂടെ റിക്വസ്റ്റ് ചെയ്തു. ബൈക്ക് എടുത്തു, ഞങ്ങൾ നിന്ന് കറങ്ങി. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൈക്കി ബീച്ചാണ്. അതായത് ഏഷ്യയിലെ ടോപ്പ് 10 ബീച്ചസിൽ ഉള്ളൊരു ബീച്ചാണ് മൈക്കി ബീച്ച് എന്ന് പറയുന്നത്. പിന്നെ അവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടെ ഞാൻ കണ്ടിരുന്നത്. ലേഡി ബുദ്ധ സ്റ്റാച്യു. ഈ മൈക്കി ബീച്ചിൽ നിന്ന് ലേഡി ബുദ്ധയിലേക്ക് പോകുന്ന റൂട്ടൊക്കെ അടിപൊളി റൂട്ടാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ തിരിച്ചു വന്നിട്ട് നല്ല സൺസെറ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇത്തവണ ഞങ്ങളൊരു സീ ഫുഡ് ഫിഷ് ട്രൈ ചെയ്തു. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ലൈൻ കംപ്ലീറ്റ്ലി. സോ ബട്ട് നിങ്ങൾ ഇവിടുന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ സോൺട്ര മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്. ഈ സോൺട്ര മാർക്കറ്റ് ഭയങ്കര ഫേമസ് ആണ് നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ചെമ്മീനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എയർപോർട്ടിലെത്തിയിട്ട് ഹോച്ചിമിനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അബദ്ധം സംഭവിച്ചത് ഞങ്ങളുടെ പാസ്പോർട്ട് മറന്നു പോകുന്നൊരവസ്ഥ ഉണ്ടായത്. സോ പാസ്പോർട്ട് മറന്നുപോയി. പിന്നീട് ഞാൻ റൂമിലെത്തിയപ്പോഴാണ് എനിക്കത് അറിയാൻ പറ്റിയത്. വേറൊരു പാസഞ്ചർ കയ്യിലായി പോയിരുന്നു. ഒരു അറിയാതെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് പോയത് അങ്ങനെയാണ്. അപ്പം ലാസ്റ്റ് ഡേയിൽ ഹോച്ചിമിൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെരുന്നാൾ അന്നായിരുന്നു. അവിടെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളും, പിന്നെ കുറച്ച് വാർ റമനാൻസ് മ്യൂസിയം, അതുപോലെ ഹോച്ചിമിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മിസ്സായിപ്പോയി. കാരണം ഈ ഒരു ഇഷ്യൂ വന്നതോടെ എനിക്കത് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സ്ഥലങ്ങളോട് ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ നിൽക്കുവാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾക്ക് പാസ്പോർട്ട് ഭാഗ്യത്തിന് വെച്ചാൽ പാസഞ്ചർ തിരിച്ച് എയർലൈൻസ് കൊണ്ടു കൊടുത്തുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടി. സോ ഞാൻ പറഞ്ഞ സിം കാർഡിൻ്റെ യൂസ് എനിക്ക് ഇവിടെ ആയിരുന്നുണ്ടായിരുന്നു. എനിക്ക് കോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഇവരുടെ കസ്റ്റമർ കെയറിലേക്കും എയർപോർട്ടിലേക്ക് കണ്ടിന്യൂസ്ലി വിളിച്ച് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവർക്ക് പാസ്പോർട്ട് കിട്ടിയപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് എന്നെ വിളിച്ച് അറിയിക്കാൻ പറ്റുന്നതിൻ്റെ നമ്പർ ഉള്ളതുകൊണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയത് വാങ്ങി. പിന്നീട് ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല ഷോപ്പിങ്ങിനൊന്നും പോകാൻ. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കുറച്ച് സോവനീർസ് വാങ്ങി പോകാനുണ്ടായിരുന്നു. സോ ഇതാണ് 6 ദിവസത്തെ ഐറ്റിനറി. ഈ ഐറ്റിനറിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഹാനോയ് എന്ന് പറയുന്നത്. സോ ഞാൻ ഹാനോയ് ആഡ് ചെയ്യാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാനോയിലേക്ക് എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എക്സിറ്റ് ആവണമെങ്കിൽ എനിക്ക് തിരിച്ചുകൊണ്ട് ഹോച്ചിമിനിലേക്ക് തന്നെ വരണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഹാനോയ് സ്കിപ്പ് ചെയ്തത്. ഹാനോയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഹാനോയിലാണ് നിങ്ങൾക്ക് ഓൾഡ് ക്വാർട്ടർ എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ തന്നെ ഈ സ്ട്രീറ്റിനുള്ളിൽ ട്രെയിൻ പോകുന്ന പോലെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമായിട്ട് സ്ഥലങ്ങൾ വരുന്നത് ഹാനോയിലാണ്. പിന്നീട് ഹാനോയിൽ നിന്ന് തൊട്ടടുത്താണ് ഹാലോങ് ബേ വരുന്നത്. ഹാലോങ് ബേയിലേക്ക് നിങ്ങൾക്ക് ഒരു അടിപൊളി സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ക്രൂസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ആളുകൾ അവിടെ സ്റ്റേ ഒക്കെ എടുക്കാറുണ്ട് ക്രൂസ് ട്രിപ്പായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് നിൻബിൻ എന്ന് പറയുന്നത്. ആളുകൾ ഈ കാലുകൊണ്ടൊക്കെ തുഴയുന്ന നിങ്ങൾക്ക് ബോട്ട് കാണാൻ പറ്റുന്ന അവിടെയാണ്. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ നാച്ചുറൽ ഫ്രണ്ട്ലി സ്ഥലമാണ് സാപ്പ എന്ന് പറയുന്നത്. സാപ്പയിലേക്ക് ഹാനോയിൽ നിന്ന് 8 മണിക്കൂറോളൊക്കെ ബസ്സിന് യാത്ര ചെയ്തെത്താൻ പറ്റും. പിന്നീട് ഹാജിയങ് ലൂപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാവുന്ന സ്ഥലങ്ങളാണ്. അതുവഴി നിങ്ങൾക്ക് ഡനാങ്ങിൽ എത്താനും പറ്റും. സോ ഇത്രയും ഈ സ്ഥലം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോലുള്ള സ്ഥലമാണ് ഫുക്കോക്ക് എന്ന് പറയുന്നത്. ഇതും വിയറ്റ്നാമിൻ്റെ പാർട്ട് തന്നെയാണ്. ഇതിലേക്ക് പോകാൻ ഏറ്റവും ബെസ്റ്റ് ഹോച്ചിമിനിൽ നിന്ന് ഫ്ലൈറ്റിന് പോകുന്നതാണ് ഫുക്കോക്കിലേക്ക് ഏറ്റവും ബെസ്റ്റ്. സോ ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ ഐഡിയയിൽ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനും കൺവീനിയൻറ്റിനും അനുസരിച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഹോച്ചിമിനിൽ എൻ്റർ ചെയ്തിട്ട് ഹാനോയ് എക്സിറ്റ് ആവുക, അല്ലെങ്കിൽ ഹാനോയിൽ എൻ്റർ ചെയ്തിട്ട് ഹോച്ചിമിനിൽ എക്സിറ്റ് ആവുക. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എന്നാണ് ഞാൻ പറയുക. അതിൻ്റെ ഇടയിൽ ഡനാങ് ഹൊയാനും കൂടി ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ദി ബെസ്റ്റ് ഐറ്റിനറി യു ക്യാൻ പ്രിപ്പയർ. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഈ ലൊക്കേഷൻസ് വെറുതെ മാപ്പ് കാണിച്ചു തരാം. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ പല കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. പിന്നീട് അങ്ങനെ വലിയൊരു സ്കാമോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്
ഉണ്ടായിരുന്നില്ല. എങ്കിലും പൊതുവെ അവിടെ പറയുന്ന ഒരു സ്കാമാണ്. നോട്ട്സിൻ്റെ കളേഴ്സ് നോക്കി വെക്കുക, ചില കളേഴ്സ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ നോട്ട് തന്നെന്ന് പറയും. അതുപോലെ മാർക്കറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഫുഡിനൊന്നും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായില്ല. നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുഡ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് അവൈലബിൾ ആയ സ്ഥലങ്ങൾ കൂടിയാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. സോ വിയറ്റ്നാമിലെ സേഫ്റ്റി കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ ഓവറോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വിസക്ക് വന്നതും ഫ്ലൈറ്റിനും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, സിം, ആക്ടിവിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ നമ്മുടെ ചെറിയൊരു പർച്ചേസ് കൂട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഏകദേശം 93,000 റുപ്പീസ് മാത്രമാണ് ഞങ്ങൾക്ക് 2 പേർക്ക് വിത്തൗട്ട് പാക്കേജ് ഞങ്ങൾ പോയിട്ട് ആയിട്ടുണ്ടായിരുന്നത്. സോ ബിലോ 1 lakh എന്ന് പറയുന്നത് തന്നെ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് പ്രൈസ് ഫോർ അസ്. കാരണം ഞങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു, കണ്ടു. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പാക്കേജൊക്കെ കുറച്ച് ഹൈ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾ കംഫർട്ട് നോക്കിയിട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പാക്കേജും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ഞങ്ങൾ സ്വന്തമായിട്ട് പോകുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട്. നമ്മൾ ഹോട്ടൽസ് നമ്മുടെ റിസ്ക്കിലാണ് ബുക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഓരോ സമയത്തും നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഡിഫറൻസസ് ഉണ്ടായിരുന്നു. ബട്ട് ഐ ലൈക്ക് ടു ഡു ട്രാവൽ അലോൺ, പ്ലാൻ അലോൺ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം, അതിൽ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് മിസ്സായ സ്ഥലങ്ങളും കൂടി നിങ്ങൾ പരമാവധി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി കോസ്റ്റ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് ബസ്സോ അല്ലെങ്കിൽ ട്രെയിനൊക്കെ ആക്കാൻ പറ്റുകയാണ് കുറച്ചുകൂടി കോസ്റ്റ് സേവ്. പക്ഷേ ഫ്ലൈറ്റ്സ് തന്നെ അവിടെ പൊതുവെ ഭയങ്കര ചീപ്പാണ്. നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1,500-2,000 രൂപക്കൊക്കെ ഫ്ലൈറ്റ് കിട്ടും. കാരണം അവിടുത്തെ ലോക്കൽസ് പോലും ട്രാവൽ ചെയ്യുന്നത് ഫ്ലൈറ്റ്സിലാണ്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് വിയറ്റ്നാം പ്ലാൻ ചെയ്യുക. വിയറ്റ്നാം ഇസ് ഡെഫിനറ്റ്ലി മസ്റ്റ് വിസിറ്റ് എന്ന് ഞാൻ പറയുള്ളൂ. അടിപൊളി സ്ഥലമാണ്, നല്ല ആളുകളാണ്, ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. സോ വൈൻഡിങ് അപ്പ് ദിസ് സീരീസ് ഫോർ ദിസ്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയൊരു കൺട്രിയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.